പ്രിയ സുഹൃത്തെ, ഇന്ന ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രഷർ ഹണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് നിധി തേടി പോകുന്നതിന് വേണ്ടി നമ്മളെ തൊമ്മിച്ചൻ ഇപ്പൊ ലക്ഷദ്വീപിലുള്ള ഒരു ദ്വീപിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദ്വീപിലൂടെ യാത്ര ചെയ്ത് ഇദ്ദേഹത്തിന് വേറെ പല ദ്വീപുകളിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ പല ദ്വീപുകളിലേക്ക് പോണ സമയത്ത് ആ പല ദ്വീപുകളിലും പല രീതിയിലുള്ള മൂല്യമുള്ള നിധികളുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ദ്വീപുണ്ട്. ഈ ഒരു ദ്വീപിൽ ഇദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 കോടി രൂപ വിലയുള്ള ഒരു നിധി കിട്ടും. പക്ഷെ ഇതിന്റെ ഈ ഒരു കടലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ലക്ഷദ്വീപിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും, ലക്ഷദ്വീപിന്റെ പൊതുവെ തീരപ്രദേശങ്ങൾ പൊതുവെ ശാന്തമായിരിക്കും. എന്നാൽ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ദൂരേക്ക് പോകും തോറും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കും. അപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ ഈ തീരത്ത് തൊമ്മിച്ചന് ഒരു ഷിപ്പും പിന്നെ അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു വഞ്ചിയും ഉണ്ട്. ഇവിടെ ഒരു വഞ്ചിയുണ്ട്. ഈ ഒരു വഞ്ചിയിൽ തൊമ്മിച്ചൻ തുഴഞ്ഞു പോകാനുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇവിടെ മറ്റൊരു വലിയൊരു ഷിപ്പുണ്ട്. ഈ ഒരു ഷിപ്പിലും വേണമെങ്കിൽ തൊമ്മിച്ചന് പോകാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഏറ്റവും ദൂരെയുള്ള ഒരു ഐലൻഡ്, ആ ഐലൻഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1000 കിലോമീറ്ററോളം യാത്രയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 100 കോടി വർത്തായിട്ടുള്ള ഒരു നിധി കിട്ടും. ഇതിന്റെ ഇപ്പുറത്ത് വേറൊരു ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ 25 കോടി മൂല്യമുള്ള ഒരു നിധി തൊമ്മിച്ചിട്ട് ലഭിക്കും. ഇതിന്റെ ഇപ്പുറത്ത് വേറൊരു ദ്വീപുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 10 കോടി മൂല്യമുള്ള നിധി കിട്ടും. ഇവിടെ വേറൊരു ദ്വീപുണ്ട്. ഇവിടെ 5 കോടി. ഇവിടെ വേറൊരു ദ്വീപുണ്ട്. ഇവിടെ 1 കോടി. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു തീരത്തോട് അധികം ദൂരെ അല്ലാതെ ഇപ്പൊ 10 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ദ്വീപുണ്ട്, 25 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ദ്വീപുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 50 ലക്ഷം രൂപയുടെ നിധി ഒളിഞ്ഞിരിക്കുന്ന ഒരു ദ്വീപുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊമ്മിച്ചന് ഇവിടെ 2 ഓപ്ഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നുകിൽ തൊമ്മിച്ചന് വേണമെങ്കിൽ ഈ ചെറിയ വഞ്ചിയിൽ കയറിയിട്ട് ആ പങ്കായ ഉപയോഗിച്ച് അദ്ദേഹത്തിന് തുഴഞ്ഞു പോകാം. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ പറഞ്ഞ സംഭവമാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഒരു ചെറിയൊരു വഞ്ചി മതി. അദ്ദേഹത്തിന് ആ വഞ്ചി കയറിയിട്ട് തുഴഞ്ഞു ഒന്നാമത് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥകളൊന്നുമില്ല. ഈ ഒരു വഞ്ചി വെച്ചിട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങോട്ടോ പോകാൻ സാധിക്കും. അദ്ദേഹത്തിന് സെൽഫായിട്ട് തന്നെ പോകാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇവിടെ നിന്ന് നോക്കിയാൽ അദ്ദേഹത്തിന് കാണാൻ പറ്റും ഈ ദ്വീപിലുള്ള സ്ഥലങ്ങൾ. എന്നാൽ ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കാരണം ഇങ്ങോട്ട് പോകും തോറും ഈ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രക്ഷുബ്ധമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോണ സമയത്ത് ഈ വഞ്ചി വെച്ചിട്ട് ഇങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്കിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോണ സമയത്ത് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു ഷിപ്പ് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് അത്രയ്ക്ക് കപ്പാസിറ്റിയുള്ള അതുപോലെയുള്ള ഫെസിലിറ്റിയുള്ള ഒരു ഷിപ്പ് ഇവിടെയുണ്ട്. ഈ ഷിപ്പിന്റെ പേരാണ് ഡയസ് ഇൻവെസ്. ഈ ഒരു ഷിപ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ ഈ പറഞ്ഞ പല ലെവലിലേക്കും എത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷിപ്പാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ ഷിപ്പ് നിയന്ത്രിക്കുന്ന ക്യാപ്റ്റൻസ് ആണ്. അതായത് ഈ ഒരു കോടി ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഒരു 100 കോടി മൂല്യമുള്ള ആ ഒരു ദ്വീപിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1000 കിലോമീറ്റർ ഈ പറഞ്ഞ പ്രക്ഷുബ്ധമായ കടലിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ അപകടത്തിൽ പെടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഈ ഒരു ദ്വീപിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയ്ക്കും വലിയ എക്സ്പെർട്ടൈസ് വേണമെന്ന് നിർബന്ധം ഇല്ല. ഇവിടെയാണെങ്കിൽ ഏകദേശം ഒരു 50 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. ഇവിടെയാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇവിടെയാണെങ്കിൽ 250 കിലോമീറ്റർ യാത്ര ചെയ്യണം. അത്രയ്ക്കും ദൂരയിലാണ് ഈ പറഞ്ഞ ഐലൻഡുകളെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരേക്ക് പോകും തോറും ഷിപ്പ് ഇത് മതി. കാരണം അത്രയ്ക്കും കപ്പാസിറ്റി ഉള്ള ഈ പറഞ്ഞ ലെവലിൽ എത്താനുള്ള ഷിപ്പ് തന്നെയാണ്
നമ്മൾ ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നിയന്ത്രിക്കുന്ന ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റന് എത്രത്തോളം എക്സ്പീരിയൻസും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടോ, അതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷ്യം വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അതായത് ഈ 100 കോടി മൂല്യമുള്ള ആ നിധി കണ്ടെത്താൻ വേണ്ടി പുറപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു കപ്പല് നിയന്ത്രിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയസ് ഇൻവെസ്റ്റിന്റെ CEO ആൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള ഞാനാണ്. ഇപ്പൊ എനിക്ക് ഏകദേശം 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ പല ലെവലിലും കുറെ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഈ പറഞ്ഞ പല ലെവലുകളിലും എത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു 100 കോടി ലക്ഷ്യം വെച്ച് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അതിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചാർട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ നിധി, പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ക്യാപ്റ്റൻ ആരായിരിക്കും, പിന്നെ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുണ്ട്, പിന്നെ ഇദ്ദേഹത്തിന് ഒരു മാസം ഇദ്ദേഹം ഡീൽ ചെയ്യാൻ പോകുന്ന ക്ലയന്റുകളുടെ എണ്ണം, പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ ടിക്കറ്റ് പ്രൈസ്. കാരണം നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെവലിലെത്തുന്ന അതേ സെയിം ടിക്കറ്റ് പ്രൈസിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല. അതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിക്കറ്റ് പ്രൈസാണ് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കമ്പാരിസൺ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് 100 കോടി ലക്ഷ്യം വെച്ച് പോകാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CEO ആയിട്ടുള്ള ഞാൻ തന്നെയായിരിക്കും. ഇപ്പൊ നിലവിൽ ആ ഒരു പോസ്റ്റിൽ ഒരാൾ മാത്രമാണ് ഉള്ളത്. ഇപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 ഇയേഴ്സോളം ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു മാസം ആകെ ഒരു ക്ലയന്റിനെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ ദൂരം, ഇപ്പൊ മറ്റതുപോലെയല്ല. കാരണം ഇത് നമുക്ക് 10 കിലോമീറ്റർ പോയാൽ മതി, പക്ഷെ ഇത് 1000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാരെ നമുക്ക് എടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു മാസത്തിൽ ഒറ്റ ക്ലയന്റിനെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. മിനിമം, അതായത് തുടക്കത്തിൽ ഈ ഒരു ടിക്കറ്റ് പ്രൈസ് കൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം നേടാൻ പറ്റില്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ മിനിമം ഒരു 10 ലക്ഷം രൂപയുടെ SIP അല്ലെന്നുണ്ടെങ്കിൽ 5 കോടി രൂപയുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ്. അതാണ് ഈ പറഞ്ഞ CEO ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 100 കോടി ക്ലബ്ബ്, അത് അടുത്തൊരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ ഒരു 100 കോടി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് 25 കോടിയാണ്. 25 കോടിയിൽ അതിന് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ GM ആണ്. അവിടെ ഒരാളാണ് ഉള്ളത്. ഇപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 10 വർഷത്തോളം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്. ഇദ്ദേഹത്തിന് ഒരു മാസം ആകെ 2 ക്ലയന്റിനെ മാത്രമേ ഇദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ, അത് പുതുതായിട്ട് ഇദ്ദേഹത്തിന് ആകെ 2 ക്ലയന്റിനെ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഇവിടെ 5 ലക്ഷം രൂപയുടെ SIP അല്ലെന്നുണ്ടെങ്കിൽ 2 കോടി രൂപയുടെ മിനിമം ലംസ് ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് ആ ഒരു വ്യക്തിയുടെ സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ക്യാപ്റ്റന്റെ കേസാണ് പറയുന്നത്, കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് 10 കോടി ലക്ഷ്യം വെച്ചുള്ള ആ ഒരു ദ്വീപിലേക്കുള്ള യാത്രക്ക് തയ്യാറായിട്ടുള്ള വ്യക്തികളാണ്. ഇവിടെ നമ്മളെ മാനേജർ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഒരാളാണ് ഉള്ളത്. ഇദ്ദേഹത്തിന് ഏകദേശം 8 വർഷത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്. ഇദ്ദേഹത്തിന് ഒരു മാസം ആകെ 5 ക്ലയന്റുകളെ മാത്രമേ ഇദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയുള്ളൂ. ഇനി 6ാമത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അവർ അടുത്ത മാസത്തേക്ക് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ താഴെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ വില്ലിങ് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഡീൽ ചെയ്യാം. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു മാസം പുതുതായിട്ട് 5 വ്യക്തികളെ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. മിനിമം ഒരു 2 ലക്ഷം രൂപയുടെ SIP അല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ 1 കോടി രൂപ. അതാണ് ഒരു എൻട്രി ലെവലിൽ അദ്ദേഹത്തിന് വേണ്ടത്. ഇനി അടുത്തത് 5 കോടി. ഇവിടെ നമ്മളെ സീനിയർ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ആയിരിക്കും
അവർ ഡീൽ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ആ ഒരു പോസ്റ്റിൽ 3 പേര് അവൈലബിൾ ആണ്. ഇവരെ സംബന്ധിച്ച് ഒരു ആവറേജ് ഒരു 5+ ഇയേഴ്സ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്. ഇവർക്ക് ഒരു മാസം 7 ക്ലയൻറ്റ്, അതായത് ഓരോ വ്യക്തികൾക്കും 7 ക്ലയൻറ്റുകളെ വരെ ഡീൽ ചെയ്യാൻ പറ്റും. മിനിമം 75,000 രൂപയുടെ SIP, അല്ലെന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപയുടെ ലംസം. അതാണ് ഇവരുടെ സർവീസിന് വേണ്ടി വേണ്ടത്. ഞാൻ അടുത്തതായിട്ട് 1 കോടിയാണ്. ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ആയിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ അവിടെ 2 പേരാണുള്ളത്. ഇവർക്ക് ഒരു 1+ ഇയേഴ്സ് ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. ഇവർക്ക് ഒരു മാസം 8 ക്ലയൻറ്റിനായിരിക്കും ഡീൽ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത്. ഈ 8 കൂടുതൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. മിനിമം 30,000 രൂപയുടെ SIP, അല്ലെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ ലംസം. ഇതാണ് ഈ ഒരു സർവീസ്. അതായത് മിനിമം ഈ ഒരു തുകയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ, കാരണം ഇവിടെ പറഞ്ഞു ഈ ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ മാത്രമേ ഈ ഷിപ്പിന്റെ ആവശ്യമുള്ളൂ. ഈ പറഞ്ഞ ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ ഷിപ്പിന്റെ ആവശ്യമില്ല. കാരണം ഈ ഷിപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ തീരത്തൊന്നും അടുപ്പിക്കാനേ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷിപ്പ് എത്തണമെന്നുണ്ടെങ്കിൽ, ഈ ഷിപ്പ് വെച്ച് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ മിനിമം 1 കോടി മുകളിലുള്ള ഈ ഒരു നിധി ലക്ഷ്യം വെച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കണം. അപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ പക്കൽ പല ഇൻവെസ്റ്റേഴ്സും കടന്നു വരാറുണ്ട്. ഇപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പൊ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നു. അദ്ദേഹത്തിന് ഏകദേശം ഒരു മാസം 20 ലക്ഷം രൂപയോളം മന്ത്ലി ഇൻകം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഏകദേശം ഒരു 1 ലക്ഷം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് അദ്ദേഹം ഇപ്പൊ ഞങ്ങളുടെ പക്കൽ വന്നത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പൊ നിലവിൽ ഏകദേശം 1 കോടി 5 കോടി ആ ഒരു മനസ്സിലുള്ള ഒരു ടാർഗറ്റ് വെച്ചാണ് അദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കപ്പലുണ്ട്, ഈ ഒരു കപ്പലിൽ ഈ പറഞ്ഞ ഫെസിലിറ്റികളെല്ലാം ഉണ്ട്, ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ഇന്നൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം നേരെ ഈ 1 ലക്ഷം രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന വ്യക്തി നേരെ 10 ലക്ഷം രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ കപ്പലിലേക്ക് കയറി. ഇതുപോലെ ഏകദേശം ഇപ്പൊ നിലവിൽ ഈ 100 കോടി ടാർഗറ്റ് വെച്ച് പോകുന്ന 15 പേര് ഇപ്പോൾ ഓൾറെഡി നമ്മളുണ്ട്. കാരണം നമ്മളിപ്പോൾ മാക്സിമം നമ്മൾ വെച്ചിരിക്കുന്നത് 100 പേരാണ്. 100 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മാസം കൊണ്ടല്ല. 100 ഇപ്പോൾ ഒരു മാസം ഒരാൾ വെച്ചാണെങ്കിൽ ഒരു മാസം നമ്മൾ ഒരാളെ മാത്രമേ പുതുതായിട്ട് ഈ ഒരു യാത്രക്ക് നമ്മൾ എടുക്കുകയുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആൾക്കാരെ കൂട്ടുന്നതിലല്ല, റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സെലക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആകാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ യാത്ര ചെയ്യണം, ഇഷ്ടം പോലെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം, അങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറേ കസ്റ്റമേഴ്സിനെ പേഴ്സണലി സർവീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമുക്ക് പറ്റാവുന്ന വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പേരെ മാത്രമേ ഞാൻ പേഴ്സണലി സർവീസ് ചെയ്യുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ക്യാപ്റ്റന്മാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ ഈ ഒരു ലക്ഷ്യം, അതായത് നിങ്ങളുടെ ഈ ഓരോ ഗോളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ ചെറിയ ലക്ഷ്യങ്ങൾ വിട്ടിട്ട് ഈ പറഞ്ഞ വലിയ നിധി തേടി പോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, അതിനുള്ള വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഷിപ്പ് റെഡിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് കേപ്പബിലിറ്റിയുള്ള ക്യാപ്റ്റന്മാരും ഇവിടെ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ എന്നത് മാത്രമാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അത് റെഡിയാണെങ്കിൽ ധൈര്യമായിട്ട് ഡൈസ് ഇൻവെസ്റ്റിലേക്ക് പോയി
അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ അടുത്തൊരു മിഷൻ 2035 10,000 കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. 100 കോടിക്ക് മേലുള്ള 100 ഇൻവെസ്റ്റേഴ്സ്, 10 കോടിക്ക് മേലുള്ള 1000 ഇൻവെസ്റ്റേഴ്സ്, 1 കോടിക്ക് മേലുള്ള 10,000 ഇൻവെസ്റ്റേഴ്സ്. ഈ തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗോള്, അല്ലെങ്കിൽ ഇത്രയും മൂല്യമുള്ള ഒരു നിധി തേടിപ്പോകാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ലെവലിൽ ലക്ഷ്യം വെക്കാൻ താങ്കൾ റെഡിയാണെങ്കിൽ താങ്കളെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഷിപ്പും റെഡിയാണ്, അതിനുള്ള ക്യാപ്റ്റനും റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് വളരാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.